എക്സാമിന് വേണ്ടി സെറ്റ് ആയിട്ട് പോവാണ്. അപ്പൊ നമ്മൾ തന്നെ വേണം അതിന് വേണ്ടി ഇരിക്കാൻ, നമ്മളെ തന്നെ പുഷ് ചെയ്ത് എക്സാമിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ കൂടെയുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിതാ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, ഇഴപെരിയുന്ന ജനിത രഹസ്യങ്ങൾ എന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് 6 മാർക്ക് വരെ ഇതാ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് നേടിയെടുത്താലോ. യെസ്, തന്നിരിക്കുന്ന ചിത്രം നോക്കിക്കേ. ഇതുപോലെ ഫോസ്ഫേറ്റ്, ഷുഗർ മോളിക്യൂൾ, നൈട്രജൻ ബേസ് അല്ലെ, ഒരു ഫോസ്ഫേറ്റ്, ഒരു പഞ്ചസാര അല്ലെ, പഞ്ചസാര തന്മാത്ര, അതുപോലെ നൈട്രജൻ ബേസ്, ഇവ മൂന്നും കൂടെ തന്നിട്ടുള്ളത് എങ്കിൽ എന്താണ്? ഐഡന്റിഫൈ ദ ഫിഗർ. തന്നിരിക്കുന്ന ചിത്രത്തെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? യെസ്, ഇത് 3 എണ്ണമാണ്. ഫോസ്ഫേറ്റും ഷുഗർ മോളിക്യൂളും അതുപോലെ തന്നെ ഒരു നൈട്രജൻ ബേസുമാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. സെറ്റ് ആണല്ലോ. ഇനി അടുത്ത ഒരു ചിത്രം നോക്കിക്കേ. ഇതുപോലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്നും mRNA പുറത്തേക്ക് വന്നിട്ട് റൈബോസോമുമായി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? TNA അല്ലെ, tRNA ചേർന്നിട്ട് ഈ പറയുന്ന അമിനോ ആസിഡുകളെ ചേർത്ത് എന്താക്കുന്നു? പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ഒരു ചിത്രത്തെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചത്. ഇത് എന്താണ് മക്കളെ ആൻസർ എന്ന് പറയുന്നത്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് ആണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണമാണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ നിർമ്മാണം എന്ന് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, അപ്പൊ ഇതാ ഈസി ആയിട്ട് 1 മാർക്ക് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത് ഒന്നാണ് ഇത്, നമ്മുടെ മെന്റലിന്റെ ക്രോസിംഗ് ചോദിക്കുമ്പോൾ അല്ലെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നോക്കിക്കോ, ഇവിടെ തന്നിട്ടുണ്ട് പാരന്റൽ പ്ലാന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. പിതൃസസ്യവും മാതൃസസ്യവും നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഒന്നാമത്തേത് പ്യുവർ ആയിട്ടുള്ള ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. രണ്ടാമത്തെ പാരന്റ് എന്ന് പറയുന്നതോ പ്യുവർ ആയിട്ട് ഡ്വാഫ് ആയിട്ടുള്ള സ്മോൾ ടി എന്ന് പറയുന്ന പാരന്റ് ആണ്. ഇവർ രണ്ടുപേരുടെയും ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നോക്ക്, ഇവിടുന്ന് ഒരു ഗാമേറ്റ് ക്യാപിറ്റൽ ടി വരും, ഇവിടുന്ന് ഒരു ഗാമേറ്റ്. കാരണം രണ്ടും എന്താണ്? ക്യാപിറ്റൽ ടി ഒന്ന് മാത്രം വന്നാൽ മതി. അതിൽ നിന്ന് ഗാമേറ്റ് വരുമ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ എന്തായി? യെസ്, എല്ലാം എന്തായി? ടോൾ പ്ലാന്റ് നമുക്ക് കിട്ടും. കാരണം ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, സ്മോൾ ടി അവിടെ ഹിഡൻ ആവുകയാണ്. അപ്പം എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെ എന്ത് പറയുന്നു? നമ്മൾ ഡോമിനന്റ് ക്യാരക്ടർ എന്നും അവിടെ മറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ ഹിഡൻ എന്ന് ക്യാരക്ടർ എന്ന് പറയുന്നു. അപ്പൊ ആ ഡോമിനന്റ് റെസസീവ് ക്യാരക്ടർ എന്നും പറയുന്നു. ഇവിടെ എന്താണ്? അപ്പൊ F1 എല്ലാം നമുക്ക് ടോളായി. എന്തുകൊണ്ടാണ് എല്ലാ പ്ലാന്റ്സും ടോൾ ആവാൻ കാരണം മെന്റൽ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ മനസ്സിലായി എന്ത്? എല്ലാ പ്ലാന്റ്സും വെൻ പ്ലാന്റ്സ് ഡിഫറെന്റ് കോൺട്രാക്റ്റിക് ട്രേറ്റ്സ് ദേ ആർ ഹൈബ്രിഡൈസ്ഡ്, ഓൺലി വൺ ട്രേറ്റ് ഈസ് എക്സ്പ്രസ്. ഒരു ട്രേറ്റ് മാത്രമേ എക്സ്പ്രസ് ആവുള്ളൂ, എല്ലാ ട്രേറ്റും കൂടെ എക്സ്പ്രസ് ആവില്ല. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നു? ഹിഡൻ ആവുന്നു, മറഞ്ഞിരിക്കപ്പെടുന്നു. ഇനി രണ്ടാമത് നോക്കിയാൽ ഉയരം എന്ന സ്വഭാവത്തിന് കാരണമായി ജീനിന്റെ അലീലുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉയരത്തെ സൂചിപ്പിക്കുന്ന ജീന് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഉയരമുള്ളതാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാലോ ഉയരം കൂടിയ ചെടീനെയാണ് അല്ലെ. അപ്പൊ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയതും, അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് എന്താണ്? ഉയരം കുറഞ്ഞതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഉയരം എന്ന സ്വഭാവത്തിന് കാരണമായി ജീനിന്റെ അലീലുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയുമാണ്. ഇതുപോലെ ആൻസർ ചെയ്താൽ 2 മാർക്ക് കിട്ടിയല്ലോ. യെസ്, അടുത്ത ഒരു ചോദ്യം നോക്കിക്കാം മക്കളെ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതുപോലെ നിങ്ങൾക്ക് ചിത്രം തന്നിട്ട് ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. നോക്കാം, വിച്ച് പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റഡ്. ഇവിടെ നമുക്ക് കാണാം 2 ക്രോമസോമിന്റെ കൈകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പിരിച്ചിട്ട് അവർ ക്രോസിംഗ് നടത്തുകയാണ് അല്ലെ. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തുത്തരം എഴുതണം? ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്, അല്ലെങ്കിൽ ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ എന്ന് എന്തെഴുതാം? മലയാളം മീഡിയം സ്റ്റുഡൻസ് എഴുതണം. ഓക്കെ, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഈ പ്രക്രിയ സന്താനങ്ങളിൽ വ്യതിയാനത്തിന് കാരണമാവുന്നത് എങ്ങനെ? ഹൗ ഡസ് ദിസ് പ്രോസസ് കോസ് വേരിയേഷൻ ഇൻ ഓഫ്സ്പ്രിംഗ്? എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, പാരന്റൽ ആയിട്ടുള്ള ഈ ക്രോമസോം തമ്മിൽ ഇഴപിരിഞ്ഞ് 2 പേരുടെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോമസോം ക്രോസ് ഓവർ ചെയ്യുമ്പം ഇവിടെ നോക്കിക്കേ, ഫ്രാഗ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജീനുകളുടെ കൈമാറ്റം സംഭവിക്കും. സോ ഡിഫറൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻസ് വിൽ ഹാപ്പൻ ആൻഡ് ദീസ് ക്രോമസോം ആർ ട്രാൻസ്ഫർഡ് ടു നെക്സ്റ്റ് ജനറേഷൻ ആൻഡ് ഇറ്റ് കോസസ് എക്സ്പ്രഷൻ ഓഫ് ന്യൂ ക്യാരക്ടേഴ്സ്. അച്ഛനും അമ്മയും പ്രത്യേകമായി നിന്നതിപ്പോ അവരിൽ ഉണ്ടായിട്ടില്ലായിരുന്ന ക്യാരക്ടേഴ്സ്, ഇല്ലായിരുന്ന സ്വഭാവങ്ങൾ എന്ത് ചെയ്യും? ഇത് തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ പുതിയ ജീനുകൾ വഴി പുതിയ ക്രോമസോംസിലെ പുതിയ ക്യാരക്ടേഴ്സ് സ്വഭാവം എന്ത് ചെയ്യും? അടുത്ത ജനറേഷനിലേക്ക് അത് വരും. അതാണ് പുതിയ ന്യൂ എക്സ്പ്രഷൻ, വേരിയേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രത്യേകത. അപ്പൊ ബി ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? 3 മാർക്ക് കിട്ടിയല്ലോ. യെസ്, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ സെറ്റ് ആയല്ലോ. അപ്പൊ ഇതുപോലത്തെ വീണ്ടും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ മിസ് വീണ്ടും വരാം. ബൈ.